ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും അല്പം ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്ക് നമുക്ക് പാനൊക്കെ ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുത്താലോ. 2 സൈഡും ഒരു ഷാലോ ഫ്രൈ ആകാൻ പാടുള്ളൂ. കാരണം ഒരുപാട് മുരിഞ്ഞു പോയാൽ ഈ ഒരു മീനിൻ്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഫിഷ് പൊള്ളിച്ചത് ഒരു രസം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയാലോ. അതിനു വേണ്ടി സവാളയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പാനൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ എല്ലാവർക്കും എരിവ് അല്പം കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഏറെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ അത് മിസ്സായി പോയതാണ്. ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരണം. ഇതുപോലെ. ഇതിന് ശേഷം നമുക്ക് അല്പം മസാലയും കൂടെ ചേർത്ത് കൊടുത്താലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയേ ഉള്ളൂ മസാലയായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഒഴിച്ചു കൊടുക്കാം. അത് വേറെ ഒന്നുമല്ല, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തിളപ്പിക്കാൻ പാടില്ല. നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വാഴയിലൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ വെച്ചു. പിന്നെ കുറച്ച് മസാല മുകളിലൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മസാല ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സവാള ആയാലോ. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ല രീതിയിലൊന്ന് പൊതിയണം. വാഴയില പൊട്ടാൻ പാടില്ല. എന്നിട്ട് ഇതിനെ നമ്മുടെ വാഴയുടെ നാരുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് പാനിനകത്ത് എണ്ണയ്ക്കകത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പുറം ഇപ്പുറം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കുക. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും മറു സൈഡ് തിരിച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. അത് തുറക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് അതിൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം. മണം ഒരു രക്ഷയില്ല. സത്യം പറയല്ലോ, കൊതിയായിട്ട് വയ്യ. നല്ല ചൂടുണ്ട്. കൈ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുമുണ്ട്. ഇനി ഞാനൊന്ന് കഴിക്കാൻ പോവാം. കഴിച്ചു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ.